നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ പ്രതികളായ 9 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം. 19 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതിയുടെ ശിക്ഷാവിധി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. വയനാട്ടിലേത് പാർട്ടി കാര്യമാണ്, എല്ലാം സംസാരിച്ചൊതുക്കിയതാണെന്നും കെ സുധാകരൻ. പാനൂർ നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ജനുവരി 13-ന്. തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിലെ വി നാസർ മാസ്റ്റർ UDF-മായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന്. മാഹിയുടെ വികസനത്തിന് അർഹമായ പരിഗണന നൽകിയ നേതാവായിരുന്നു വി വൈദ്യലിംഗമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ്. മാഹിയിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നത് വൈദ്യലിംഗം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെന്നും ഇ വത്സരാജ്. വാർത്തകൾ വിശദമായി. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ പ്രതികളായ 9 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 19 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതിയുടെ ശിക്ഷാവിധി. അതേസമയം വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചതെന്ന് റിജിത്തിന്റെ അമ്മ ജാനകി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് ആണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. കൊലക്കുറ്റത്തിന് എല്ലാ പ്രതികളും ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കണം. വിവിധ വകുപ്പുകളിലായി 1,10,000 രൂപ പിഴയൊടുക്കണം. വധശ്രമത്തിന് 10 വർഷം കഠിന തടവ്, അന്യായമായി സംഘം ചേരലിന് 6 മാസം തടവ്, സംഘം ചേർന്ന് ലഹളയുണ്ടാക്കലിന് 2 വർഷം തടവ്, തടഞ്ഞുവയ്ക്കലിന് 1 മാസം തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ. തടവ് പ്രത്യേകം അനുഭവിക്കണം. ആയുധം കൈവശം വെച്ച കുറ്റത്തിന് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 10ാം പ്രതിക്കും 3 വർഷം അധിക തടവും വിധിച്ചു. നീതിപൂർവമായ ശിക്ഷാവിധിയാണ് കോടതിയിൽ നിന്നുണ്ടായതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ പറഞ്ഞു. RSS BJP പ്രവർത്തകരായ VV സുധാകരൻ, കൊത്തിലത്താഴ് വീട്ടിൽ ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽകുമാർ, PP രാജേഷ്, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. 2005 ഒക്ടോബർ 3 രാത്രി 7:45-നായിരുന്നു സംഭവം. സുഹൃത്തുക്കളോടൊപ്പം വീട്ടിലേക്ക് നടന്നുവരവെ ചുണ്ടത്തച്ചൻ കണ്ടിയാൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് പ്രതികൾ പതിയിരുന്ന് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. റിജിത്തിന് ഒപ്പമുണ്ടായിരുന്ന DYFI പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും വെട്ടേറ്റിരുന്നു. ഈ മാസം 4-നാണ് എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും എടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പാഠമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടൂലല്ലോ. അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലേ എനിക്ക് ആശ്വാസിക്കാൻ കണ്ടു സന്തോഷിക്കാൻ കഴിയും. അതൊരിക്കലും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുക? എങ്ങനെ ആശ്വാസം പറയാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രതിക്കത്തോട് ആയതിനോട് ഞാൻ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിക്കാരോടും നാട്ടുകാരോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. IC ബാലകൃഷ്ണനെതിരെ പോലീസ് അന്വേഷണം എന്തിനാണെന്നും വയനാട്ടിലേത് പാർട്ടി കാര്യമാണ്, എല്ലാം സംസാരിച്ച് ഒതുക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിജയന്റെ കത്ത് ഇനിയും വായിച്ചിട്ടില്ല. കുടുംബം നേരത്തെ വന്ന് കണ്ടിരുന്നുവെന്നും അതിൽ പാർട്ടി സമിതി അന്വേഷണം നടക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. അതിനന്വേഷിക്കുന്നത് പാർട്ടി കാര്യമല്ലേ? ഇത് MLA കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര SP കൊടുത്തിട്ടുണ്ട്, MLA കൊടുത്തിട്ടുണ്ട്. ആരെ പേര്? അത് കുഴപ്പമില്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു മറച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലല്ലേ ആശങ്കയുള്ളൂ, അല്ലേ? നമുക്ക് ആർക്കും ആശങ്കയില്ല, അവർക്കും ആശങ്കയില്ല, MLA-ക്കും ആശങ്കയില്ല. ഇത് നേരത്തെ ഈ വിഷയം നേരത്തെ ഉണ്ടായതാണ്. ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് പോയിരുന്നു. ഞാൻ ഇടപെട്ട് സംസാരിച്ചത് ഒതുക്കിയതാണ്. ആ ഒതുക്കിയതിന്റെ പുറത്താണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനകത്തേക്ക് നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മൾ ആ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ തീർത്ത് എടുക്കും. ഓക്കെ, പിന്നെ അവരുടെ കുടുംബത്തിന്റെ എല്ലാ അവസാനത്തെ താല്പര്യം ഞങ്ങൾ തുടങ്ങി.
ഞാൻ കത്ത് വായിച്ചിട്ടില്ല. കത്ത് വീട്ടിലാണുള്ളത്. ഇന്നലെ വീട്ടിലെത്തി കത്ത് വായിച്ചത്. അതെ, ഞാനിപ്പോ എത്തിയല്ലോ. ഇപ്പൊ കുടുംബം പറയുന്നു നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം താങ്കൾ അറിയിച്ചിരുന്നു. കത്ത് കിട്ടി എന്നുള്ളത് ശരി, ഞാനൊന്നും വിശ്വസിക്കില്ലല്ലോ. അവർ നേരിട്ട് വന്ന് അറിയിച്ചു. കത്ത് കിട്ടി, അവർ നേരിട്ട് വന്നും പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ഇന്ന് ബന്ധപ്പെട്ട നേതാക്കന്മാരോട് പറയുകയും ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ജനുവരി 13 നടക്കും. മുസ്ലിം ലീഗിലെ വി നാസർ മാസ്റ്റർ UDFുമായി ഉണ്ടാക്കിയ ധാരണയെ തുടർന്ന് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ്. നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ KP ഹാഷിമാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. മത്സരമുണ്ടാകുമെങ്കിലും ഹാഷിം തന്നെ ചെയർമാനാകുമെന്നുറപ്പാണ്. കോൺഗ്രസ് നേതാവ് കൂടിയായ രാജേഷ് മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മാഹിയുടെ വികസനത്തിന് അർഹമായ പരിഗണന നൽകിയ നേതാവായിരുന്നു വി വൈദ്യലിംഗമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ്. മാഹിയിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നത് വൈദ്യലിംഗം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെന്നും ഇ വത്സരാജ്. മാഹിയിലെത്തിയ പുതുച്ചേരി ലോക്സഭാംഗം വി വൈദ്യലിംഗത്തിന്റെ ജനസമ്പർക്ക പരിപാടി മൂലക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയ്യഴിയുടെ വികസനത്തിന് അർഹമായ പരിഗണന നൽകിയ നേതാവായിരുന്നു വി വൈദ്യലിംഗം MP. മാഹിയിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നത് വൈദ്യലിംഗം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. ലോക്സഭാംഗം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ മാഹിയിൽ അനുവദിച്ചു എന്ന കാര്യം വിസ്മരിക്കാനാവില്ലെന്നും ഇ വത്സരാജ് പറഞ്ഞു. പാർലമെന്റ് നേതാവ് അല്ലെങ്കിൽ പാർലമെന്റ് MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ അവിടെ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരി ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും പോണ്ടിച്ചേരി MP എന്നത് അത്ര ചെറിയ സ്ഥാനമല്ല. അദ്ദേഹം 2 തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. മാഹി ഉൾപ്പെടുന്ന പോണ്ടിച്ചേരി സംസ്ഥാനത്തിന്റെ എല്ലാ റീജിയനുകളിലും അർഹമായ വികസനം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. ഒരുപക്ഷെ ഈ 9 ചതുരശ്ര കിലോമീറ്ററുള്ള മാഹിയിൽ ഏറ്റവും കൂടുതൽ വികസനം എപ്പോഴാണ് ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് വൈദ്യലിംഗം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. അതിന് മാഹിക്കാർ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ തവണ കിട്ടിയ വോട്ടിന്റെ എണ്ണം നമ്മളെ പഠിപ്പിക്കുന്നത്. UDF ചെയർമാൻ MP അഹമ്മദ് ബഷീർ അധ്യക്ഷനായി. രമേശ് പറമ്പത്ത് MLA മുഖ്യപ്രഭാഷണം നടത്തി. പാനൂർ നഗരസഭാംഗം ആവോലം ബഷീർ, K മോഹനൻ, PP വിനോദൻ, സത്യൻ കേളോത്ത്, PTK റഷീദ് എന്നിവർ സംസാരിച്ചു. മാഹിയുടെ വികസനത്തിന് 25 വർഷക്കാലം ഇ വത്സരാജും AV ശ്രീധരനും നൽകിയ സംഭാവന വളരെ വലുതാണ്. മാഹിക്ക് മാത്രമല്ല പുതുച്ചേരി സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലും നിരവധി പദ്ധതികൾ മന്ത്രിയായിരുന്നപ്പോൾ വത്സരാജ് നടപ്പാക്കിയിട്ടുണ്ട്. പുതുച്ചേരിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ഉൾപ്പെടെ ആരോഗ്യമേഖലയിലെ വൻമാറ്റം, മാഹിയിൽ കുടിവെള്ള പദ്ധതി, വൈദ്യുതി, ആയുർവേദ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ വത്സരാജിന്റെ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തന്റെ വിജയം അനായാസമായിരുന്നുവെന്ന് വി വൈദ്യലിംഗം MP പറഞ്ഞു. இன்றைய நவீன மாகியுடைய சிற்பியாக வழங்கக்கூடியவர் யார் என்று சொன்னால் மதிப்பிற்குரிய வல்சராஜ் அவர்கள் சொல்ல வேண்டும். ஏறக்குறைய 25 ஆண்டுகள் சட்டமன்றத்தில் பணியாற்றி வெள்ளி விழா கொண்டாடிய மாகிய சட்டமன்ற உறுப்பினர் என்று சொல்ல வேண்டும். எதுவும் மாகிக்கு மட்டும் அவர் சொந்தம் கிடையாது. புதுவை அனைத்து மக்களுக்கும் அவர் சொந்தமானவர் தான் இருந்திருக்கின்றார். குறிப்பாக நின்றுவிட்ட மருத்துவக் கல்லூரியை நிறுத்தி அது ஒரு நல்ல கல்லூரியாக இன்றைய தினம் திகழ்கின்றது என்று சொன்னால் அது வல்சராஜ் அவர்களுடைய நினைவுதான் என்று சொல்லுவேன். அதே போல ராஜீவ் ഗാന്ധിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വരവേൽപ്പ് നൽകി മാഹി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു.
ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാനും കവിയും സാംസ്കാരിക പ്രവർത്തകരുമായിരുന്ന AN പ്രദീപ് കുമാറിന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണ മുൻനിർത്തി AN പ്രദീപ് കുമാർ സുഹൃത്ത് സംഘം ഏർപ്പെടുത്തിയ കലാലയ കവിതാ അവാർഡ് വിതരണവും ജനുവരി 10 നടക്കും. രാവിലെ ബ്രണ്ണൻ കോളേജ് ശതോത്തര രജത ജൂബിലി ഹാളിലാണ് നടക്കുക. പ്രശസ്ത കഥാകൃത്ത് TP വേണുഗോപാലൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന കവിയും സാംസ്കാരിക പ്രവർത്തകനും കൂടിയായിരുന്ന AN പ്രദീപ് കുമാറിന്റെ സ്മരണയെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു സുഹൃത്ത് സംഘം ഏർപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ മികച്ച കലാലയ കവിക്കുള്ള പുരസ്കാരം ഇത്തവണ പയ്യന്നൂർ കോളേജിലെ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയായിട്ടുള്ള ജീവൻ ജിനേഷിനാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 14 വർഷക്കാലമായി ഇത് 14ാമത് തവണയാണ് പ്രദീപിന്റെ സ്മരണയെ മുൻനിർത്തിയിട്ടുള്ള കവിതാ പുരസ്കാരത്തിന് സുഹൃത്ത് സംഘം AN പ്രദീപ് കുമാർ സുഹൃത്ത് സംഘം ഈ പുരസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴ് മലയാള കലാലയ കവികളിൽ മലയാള കവിതാ രചനയിൽ ഏറ്റവും മികച്ച ഒരു പുരസ്കാരങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസ് കവികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്, എൻട്രികൾ തരാറുണ്ട്. ഇത്തവണയും 10-30 പരം എൻട്രികളിൽ നിന്നാണ് ഈ കവിത തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രശസ്ത കഥാകൃത്ത് TP വേണുഗോപാലൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. ചടങ്ങിൽ ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J. വാസന്തി അധ്യക്ഷയാവും. ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം തലവൻ ഡോക്ടർ സന്തോഷ് മാനിച്ചേരി, കഥാകൃത്ത് അഡ്വക്കേറ്റ് KK രമേശ്, മുൻ ബ്രണ്ണൻ കോളേജ് പൊളിറ്റിക്കൽ വിഭാഗം അധ്യക്ഷ പ്രൊഫസർ TP ഇന്ദിര, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും മട്ടന്നൂർ കോളേജ് മലയാള വിഭാഗം അധ്യാപികയുമായ ഡോക്ടർ സുമിത നായർ, ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം അധ്യാപിക ഡോക്ടർ N. ലിജി, ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ MK അഭിറാം എന്നിവർ സംസാരിക്കും. തുടർന്ന് സുഹൃത്ത് സംഗമവും നടക്കും. ഒരുപക്ഷെ കേരളത്തിലെ ഇതൊരു അപൂർവമായ ഒരു സൗഹൃദ കൂട്ടായ്മയായിരിക്കും. 25 വർഷം മുമ്പേ നമ്മളെ കൂടെ പഠിച്ചിട്ടുള്ള ഒരാളെ, 30 വർഷം മുമ്പേ പഠിച്ചിട്ടുള്ള ഒരാളെ 2009 അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത വർഷം 2010 ഞങ്ങളുടെ സുഹൃത്ത് സംഘം രൂപീകരിച്ചു. 2011 മുതൽ ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും നല്ല കലാലയ കവിക്ക് 10,000 രൂപ അവാർഡ് പ്രഖ്യാപിച്ചു. കോവിഡിന്റെ ഒരു വർഷം ഒഴിച്ച് എല്ലാ വർഷവും ഈ അവാർഡ് ഞങ്ങൾ നൽകാറുണ്ട്. ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള ആളുകൾ പലരും കേരളത്തിൽ പിന്നീട് ഈ രംഗത്ത് വളരെ ശ്രദ്ധേയമായ നിലയിലേക്ക് മാറുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് AN പ്രദീപ് കുമാർ സ്മാരക കലാലയ കവിതാ അവാർഡ്. ഈ വർഷം പ്രദീപിന്റെ ഓർമ്മ ദിനമാണ് ജനുവരി 10. ജനുവരി 10 കാലത്ത് 10:30 ബ്രണ്ണൻ കോളേജിലെ ശതോത്തര രജത ജൂബിലി ഹാളിൽ വെച്ചാണ് ഈ വർഷത്തെ അനുസ്മരണ പരിപാടിയും അവാർഡ് ദാനവും നൽകുന്നത്. AN പ്രദീപ് കുമാർ സുഹൃത്ത് സംഘം ഏർപ്പെടുത്തിയ 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ കലാലയ കവിതാ അവാർഡിന് ഈ വർഷം പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി ജീവൻ ജിനേഷ് അർഹനായി. കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നായി 30ഓളം കവിതകളാണ് മത്സരത്തിന് ലഭിച്ചത്. സന്തോഷ് മാനിച്ചേരി, ഡോക്ടർ AC ശ്രീഹരി, ഡോക്ടർ സിന്ധു KV എന്നിവരടങ്ങിയ ജൂറിയാണ് വിധി നിർണയം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ AN പ്രദീപ് കുമാർ സുഹൃത്ത് സംഘം പ്രസിഡന്റ് T. അനിൽ, സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപൻ, ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ അഭിറാം, CP നൌഷാദ് എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി.
ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. In a committed relationship with my daily wear collections. Lulu Gold, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി.
തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497-360-333. വാർത്തകൾ തുടരുന്നു. PR 24 ചരമവാർഷികാചരണവും ചെണ്ടയാട് മേഖലാ സോഷ്യലിസ്റ്റ് കുടുംബ സംഗമവും നടന്നു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. PR 24 ചരമവാർഷികാചരണവും ചെണ്ടയാട് മേഖലാ സോഷ്യലിസ്റ്റ് കുടുംബ സംഗമവും KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കർഷകനും വേണ്ട, പാവപ്പെട്ടവരും വേണ്ട, ആദിവാസികളും വേണ്ട എന്ന രൂപത്തിലേക്ക് വരികയാണ്. മണിപ്പൂരിൽ ആദിവാസി പെൺകുട്ടികളെ അടക്കം വളരെ ഹീനമായ രൂപത്തിൽ മൃഗീയമായി കൊലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി, അതിനെതിരെ പ്രതികരിക്കാണ്. അതാണ് സഖാവ് ജയപ്രകാശ് ഇവിടെ അവസാനമായി സൂചിപ്പിച്ചത്. സോഷ്യലിസ്റ്റുകളാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ നോക്കിയാൽ ഏകദേശം 70% അല്ലെങ്കിൽ 60% സോഷ്യലിസ്റ്റുകളായിരിക്കും. അത് പണ്ട് നമ്മളോടൊപ്പം ഉണ്ടപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൽ പോയപ്പോൾ മറ്റ് JDU-വിലൊക്കെ തന്നെ ഉള്ളത്, അതോടൊപ്പം RJD-യിലുള്ളത്, ഇതൊക്കെ തന്നെ നമ്മുടെ പഴയ സോഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ ആ സോഷ്യലിസ്റ്റുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി നരഭോജികളായ BJP-യെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ സാധിക്കണം. ഇവിടെ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ കരുത്ത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. രാഷ്ട്രീയ ജനതാദൾ ദേശീയ ജനറൽ സെക്രട്ടറി അനു ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷപ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുള്ള അതിവരമ്പോഴും കാണിക്കാതെ ജനങ്ങൾക്കിടയിലൂടെ തൻ്റെ ജീവിതകാലം അത്രയും ജീവിച്ച് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവൻ്റെ കണ്ണുനീരൊപ്പി പ്രവർത്തനങ്ങളുടെ നിറഞ്ഞു നിന്ന ഒരു സൂര്യ തേജസ്സായിരുന്നു പ്രിയപ്പെട്ട കുറുപ്പ് സാർ. RJD സംസ്ഥാന സെക്രട്ടറി PK പ്രവീൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നും ചില മേഖലകൾ നമ്മുടെ ആധിപത്യത്തിൽ മുമ്പോട്ട് പോകുന്നത്. ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ സഖാ PR പല ത്യാഗങ്ങളും സഹിച്ചിരുന്നു. PR എന്ന വ്യക്തി മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിനോട് അടുപ്പം നിന്ന അനുയായികളായിരുന്നു, സഖാക്കളായിരുന്നു. പക്ഷെ അന്നത്തെ പോലത്തെ അനുയായികളും സഖാക്കളുടെയും നമ്മുടെ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ പാർട്ടിയുടെ മുമ്പോട്ട് പോകുന്നത്. നമ്മൾക്ക് വേണ്ടതാണ് ഏതിനും എന്തിനും നമ്മുടെ സഖാക്കളുണ്ട്, അവർക്ക് ഞങ്ങളുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ ഒരു പാർട്ടി നേതാക്കന്മാർക്ക് കഴിയണം. അതാണ് വേണ്ടത്. KP ജനാർദ്ദനൻ അധ്യക്ഷനായി. P ബാബു സ്വാഗതം പറഞ്ഞു. KK ജയപ്രകാശ്, OP ഷീജ, P ദിനേശൻ, ചന്ദ്രിക പതിയന്റെവിട, O ബീന, NK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലരംഗം, കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ പ്രസിഡന്റ് CK അശോകൻ അനുസ്മരണവും ഗ്രാമസഭയും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരുപാട് ആളുകൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഈ പ്രവർത്തനങ്ങളിലെല്ലാം അശോകൻ അവസാനമായി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയുള്ള പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുക്കണം. ആ പ്രവർത്തനത്തിൽ അശോകൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ, പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK മണിലാൽ, KK ബാലൻ എന്നിവർ സംസാരിച്ചു. മൊകേരി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 ഭാഗമായി കൂരാറ വാർഡ് 12-ൽ മാതൃകാ ഗ്രാമസഭ സംഘടിപ്പിച്ചു. കൂരാറ AKG സ്മാരക വായനശാല പരിസരത്താണ് ഗ്രാമസഭ നടന്നത്. ഗ്രാമസഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ അധ്യക്ഷനായി. നഗരവൽകൃതമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും തോന്നുന്നില്ല. കാരണം മറ്റൊരു സംസ്ഥാനത്ത് പോയതുപോലെ പട്ടണങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും ഗ്രാമം എന്ന് പറയാം. പക്ഷെ നമ്മുടെ കേരളം അങ്ങനെയല്ല.
അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന പുതിയ ആവശ്യങ്ങളും പുതിയ രീതികളും വ്യത്യസ്തങ്ങളുമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ വിഭവങ്ങൾക്കനുസരിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും അതുവഴി പ്രോജക്റ്റിനെ ആ നിലയിൽ മാറ്റിയെടുക്കുന്നതിനും വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി. കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളും ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് 12-നെ മൊകേരി പഞ്ചായത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത വലിച്ചെറിയൽ മുക്ത വാർഡായുള്ള പ്രഖ്യാപനവും നടത്തി. എല്ലാ വീട്ടിലും പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും പഞ്ചായത്ത് തല വിതരണോദ്ഘാടനവും ഗ്രാമസഭയിൽ നടന്നു. 2025-26 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ആസൂത്രണ നിർദ്ദേശങ്ങളും 2024-25 വർഷത്തെ വാർഷിക പദ്ധതി അവലോകനവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രാജശ്രീ, 12ാം വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KV മുകുന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി, അംഗങ്ങളായ P. അനിത, പ്രസന്ന ദേവരാജ്, അനിൽ വള്ളിയായി, N. വനജ, നീഷ്മ എന്നിവർ പങ്കെടുത്തു. നീഷ്മ, പഞ്ചായത്ത് സെക്രട്ടറി K. സത്യൻ, LSDD അസിസ്റ്റന്റ് എഞ്ചിനീയർ രജിൻ രാജ്, VEOമാരായ മെറിൻ ജോസ്ന ഗോൺസാലസ്, കൃഷി ഓഫീസർ സുനിൽ കുമാർ കൊയ്ലി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രുതി S, വെറ്റിനറി സർജൻ RJ രഞ്ജിത്ത്, MGNREG അസിസ്റ്റന്റ് എഞ്ചിനീയർ K. സവിത എന്നിവർ പങ്കെടുത്തു. ഗ്രാമസഭയിൽ പുതുവർഷ കേക്കും മുറിച്ചു. കോർഡിനേറ്റർ E. ജീജ വിവരശേഖരണം നടത്തി. മഠത്തിൽ അശോകൻ സ്വാഗതവും PC രാജൻ നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. Bobby Chamanur International Jeweler. PK In-Store, Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആരീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112338.
ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകളിലേക്ക്. തലശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭിന്നശേഷിക്കാർക്കായി സ്നേഹവിരുന്നൊരുക്കി. തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. മലബാറിലെ വിവിധ ജില്ലകളിലായി 600-ൽ പരം മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പ്രവർത്തിക്കുന്ന ലവ് ഷോർ എന്ന സ്ഥാപനത്തിലെ കുട്ടികൾക്കാണ് അനുഗ്രഹീതം ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹവിരുന്ന് ഒരുക്കിയത്. പാട്ടും പറച്ചിലുമായി ട്രസ്റ്റിന്റെ പ്രവർത്തകർ ഭിന്നശേഷിക്കാരുമായി സന്തോഷം പങ്കിട്ടു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നുള്ള 200-ലേറെ ഭിന്നശേഷിക്കാരാണ് സ്നേഹവിരുന്നിൽ പങ്കെടുത്തത്. ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് KSA ഉദ്ഘാടനം ചെയ്തു. ദൈവം കാരുണ്യവാൻ. മനുഷ്യ സമൂഹത്തിൽ എങ്ങനെ മനുഷ്യരെ പരിചരിക്കാനുള്ള ഒരു ബുദ്ധിയും അവരെ സ്നേഹിക്കുവാനുള്ള അമ്മമാരെ കണ്ടുപിടിച്ച് എന്ന് തന്നെ പറയാം ഈ കുട്ടികൾക്ക് വേണ്ടി പ്രദാനം ചെയ്യുക. അവർ വിട്ടുപിരിയുമ്പോഴാണ് ആ കുട്ടികൾക്ക് താങ്ങും തണലുമായി ഈ അനുഗ്രഹീതം ലവ് ഷോർ എന്നൊക്കെയുള്ള സ്ഥാപനങ്ങളുടെ പിറവി അതിലൂടെയാണ് ഉണ്ടാവുന്നത്. ഇന്ന് ഏകദേശം എനിക്കറിയാം, ഒരു 5 വർഷം മുമ്പേ വരെ എല്ലാ വീട്ടിലും എന്ന് പറഞ്ഞ പോലെ ഇവൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ തന്നെ എത്രയോ വീടുകളിൽ നമ്മൾ അറിയാതെ ജീവിച്ചു പോന്ന ഓരോരോ മനുഷ്യ ശരീരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ആരും പുറത്തു കൊണ്ടില്ല. അതിൻ്റെ ഉമ്മമാരും എപ്പോഴെങ്കിലും പുറത്ത് കാണും എന്നല്ലാതെ അവരെയും പുറത്ത് കാണാറില്ല. പക്ഷെ ഇന്നത് മാറി. ഇന്നെല്ലാവരും ആ ഒരു തലത്തിൽ നിന്ന് മാറിക്കൊണ്ട് കുട്ടികളെ പരിചരിക്കാനും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യുവാനും അവരെ പുറത്തു കൊണ്ടുവന്നു ആ കുട്ടികളുടെ അമ്മയാണെന്ന് പറയാൻ ഇന്ന് അഭിമാനമുണ്ട്. കാരണം ആ കുട്ടികൾ പരിചരിക്കുന്ന അമ്മമാർ മാലാഖമാരാണെന്ന് അറിയപ്പെടുന്നത് ഇപ്പോഴാണ്. മുമ്പൊക്കെ അതൊരു അപമാനമായിരുന്നു. പക്ഷെ ഇതൊരു അപമാനമല്ല, അമ്മമാർക്കുള്ള അനുഗ്രഹമാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റും ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജെസി രാഗേഷ് അധ്യക്ഷയായി. മോട്ടിവേഷണൽ സ്പീക്കറും ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ട്രെയിനർ അനീഷ് നിഗം, JIH വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് നിഷാദ ഇംതിയാസ്, ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി UA മുനീർ, ലവ് ഷോർ ട്രഷറർ അസീസ് വയനാട്, മാധ്യമപ്രവർത്തകർ NB അജയ്കുമാർ, ജീവകാരുണ്യ പ്രവർത്തകൻ PM ഹനീഫ, അനുഗ്രഹീതം ട്രസ്റ്റ് ഭാരവാഹികളായ തസ്നീം ഗഫൂർ, ലുബ്ന സമീർ എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നിന് ശേഷം വിവിധ കലാപരിപാടികളും ഉണ്ടായി. വിശിഷ്ടാതിഥികളെ ആദരിച്ചു. സമ്മാന വിതരണവും നടന്നു. എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മൾക്കില്ലാത്ത പല കാര്യങ്ങളിലും ഇവര് വളരെ നല്ല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ചിലപ്പോൾ അവരുടെ എക്സ്പ്രഷൻ സ്റ്റൈലിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. എക്സ്പ്രഷൻ അല്ല ഇവിടെ ഇമ്പോർട്ടന്റ്, അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. നമ്മളൊക്കെ വിചാരിക്കും ഇവര് മറ്റുള്ളവർക്കൊക്കെ, ഇപ്പൊ ഞങ്ങള് ഹോപ്പ് ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ എന്ന ഫൗണ്ടേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു അസുഖവും ഇല്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഉള്ളിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതോ ഒരു അസുഖങ്ങളോ ഒന്നുമില്ല. പാനൂർ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരുമ 85 SSLC ബാച്ചിന്റെ പുതുവത്സരാഘോഷം പാനൂർ ഹൈസ്കൂളിൽ നടന്നു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. പുതുവത്സര കേക്ക് മുറിച്ചുകൊണ്ട് KV മുകുന്ദൻ പരിപാടിക്ക് തുടക്കം കുറിച്ചു. പലപ്പോഴും ഒരു പോസിറ്റീവായ ഒരു സെൻസോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ സ്വീകരിച്ചത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ഒത്തുചേരുമ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് കടന്നു പോകാനുള്ള ഒരു ഊർജ്ജമാണ് നമ്മളിവിടെ നിന്ന് സംഭരിക്കുന്നത്. ഈ ഗ്രൂപ്പ് രൂപീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളെന്താണോ സ്വപ്നം കണ്ടത്, ആഗ്രഹിച്ചത്, അതിലേറെ നമുക്ക് നേടുന്നതിന് വേണ്ടി കഴിച്ചിട്ടുണ്ട്. വർഷത്തിൽ ഒരിക്കൽ നമ്മളുടെ ഒത്തുചേരുക എന്നതിന് അപ്പുറത്ത് നമ്മുടെ ഈ കമ്മിറ്റിയെ ഒരു നല്ല ഒരു ആഘോഷ കമ്മിറ്റിയാക്കി തന്നെ മാറ്റുന്നതിന് വേണ്ടി ഇതിന്റെ സംഘാടകരായിട്ടുള്ള പുതിയ കഴിഞ്ഞ നേതൃത്വം, സെക്രട്ടറി പ്രസിഡന്റ് അടക്കമുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാരടക്കമുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. റംല ടീച്ചർ അധ്യക്ഷയായി. അനില ടീച്ചർ സ്വാഗതം പറഞ്ഞു. KV മുകുന്ദൻ, VK മാമു, പ്രമീള ടീച്ചർ, ധനഞ്ജയൻ, അരവിന്ദൻ എന്നിവർ സംസാരിച്ചു.
ഗ്രൂപ്പ് അംഗങ്ങളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ, ഉച്ചഭക്ഷണം, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ എന്നീ പരിപാടികളും നടന്നു. വളയം യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് 2 മാസം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമായി. 18-ന് ഗുരുവന്ദനം വിരമിച്ച അധ്യാപകരുടെ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. പ്രതീഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗതം സംഘം ഭാരവാഹികൾ നാദാപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഈ ജനുവരിയിലും അതുപോലെ തന്നെ ഫെബ്രുവരി മാസങ്ങളിൽ അനുബന്ധ പരിപാടികൾ ഫെബ്രുവരി 21 വൈവിധ്യമാർന്ന പരിപാടികളോടെ യാത്രയപ്പ് സമരത്തോടെ സമാപിക്കും. നാളെ നടക്കുന്ന മെഡി ക്യാമ്പ് കണ്ണൂർ ആസ്റ്റർ മിൽസുമായി സഹകരിച്ച് നടത്തുന്ന കുട്ടികൾക്ക് നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, അതാണ് പരിപാടിയുടെ തുടക്കം. അവർ വിദ്യാലയത്തിൽ വന്നുകൊണ്ട് കുട്ടികളെ പരിശോധിച്ച് ഡോക്ടർ ഉൾപ്പെടെയുള്ള ടീം വന്ന് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ക്യാമ്പാണ് നാളെ ആരംഭിക്കുന്നത്. അനുബന്ധ പരിപാടി എന്ന് പറയുന്നത് ഈ ജനുവരി 18-ന് ആ വിദ്യാലയത്തിൽ പഠിപ്പിച്ച അധ്യാപകർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അധ്യാപകർ 27 പേര് ഇപ്പം ജീവിച്ചിട്ടുണ്ട്. അവരെ വിദ്യാലയത്തിൽ വിളിച്ചു ഗുരുവന്ദനം പരിപാടി 2 സെഷനായിട്ടാണ് പരിപാടി നടക്കുന്നത്. ഗുരുവന്ദന പരിപാടി ഉദ്ഘാടനം ചെയ്തത് വളയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ.പി. പ്രതീഷ് അവരാണ്. ചൊവ്വാഴ്ച രാവിലെ 10-ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തിയ മെഡിക്കൽ ക്യാമ്പോടെയാണ് തുടക്കമായത്. 18-ന് ഗുരുവന്ദനം വിരമിച്ച അധ്യാപകരുടെ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. പ്രതീഷ് ഉദ്ഘാടനം ചെയ്യും. 22-ന് മുൻകാല PTA പ്രസിഡന്റുമാരുടെ സംഗമം, 24-ന് ചിത്രപ്രദർശനം നാട്ടറിവ്, 31-ന് പ്രതിഭാ സംഗമം, ഫെബ്രുവരി 4-ന് വർണ്ണോത്സവം, ഫെബ്രുവരി 11-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവയും നടക്കും. 20-ന് ലിറ്റിൽ ബഡ്സ് ഡേ, 21-ന് വാർഷികാഘോഷം സമാപനം, കെ സജീവിന്റെ യാത്രയയപ്പ് സമ്മേളനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപിക വി കെ അനില, കെ സജീവൻ, ഇ കെ സുനിൽ, ടി.പി. ഹാഷിം എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ പ്രതികളായ 9 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം. 19 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതിയുടെ ശിക്ഷാവിധി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. വയനാട്ടിലേത് പാർട്ടി കാര്യമാണ്, എല്ലാം സംസാരിച്ചൊതുക്കിയതാണെന്നും കെ സുധാകരൻ. പാനൂർ നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ജനുവരി 13-ന്. തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിലെ വി നാസർ മാസ്റ്റർ UDF-മായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന്. മാഹിയുടെ വികസനത്തിന് അർഹമായ പരിഗണന നൽകിയ നേതാവായിരുന്നു വി വൈദ്യലിംഗമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ്. മാഹിയിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നത് വൈദ്യലിംഗം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെന്നും ഇ വത്സരാജ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.